Welcome to Mahimas cooking class. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ് പരിപ്പ് കറി. അപ്പോൾ ഇന്ന് പരിപ്പ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. പരിപ്പ് കറി ഞാൻ ഉണ്ടാക്കുന്നത് പയറുപരിപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം പയറുപരിപ്പ് നമുക്ക് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് പയറുപരിപ്പ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പയറുപരിപ്പ് നല്ല മൂത്തിട്ട് നല്ലൊരു മണം വരുമല്ലോ, അതുവരെ റോസ്റ്റ് ചെയ്യുക ചെറിയ ഫ്ലെയിമിൽ. കളർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളൊന്ന് കടിച്ചു നോക്കിയാൽ അതൊന്ന് പൊട്ടണം, ആ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. പയറുപരിപ്പിന് പകരം തുവരപ്പരിപ്പ് വെച്ചിട്ടും ചെയ്യാം. തുവരപ്പരിപ്പാകുമ്പോൾ നമ്മളിതുപോലെ ചെയ്യേണ്ട, റോസ്റ്റ് ചെയ്യേണ്ട, ഡയറക്റ്റ് വേവിച്ചെടുക്കാം. ഇപ്പം പയർ മൂത്ത ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയും ഇത് കൂളായ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ കഴുകാതാണ് ആദ്യത്തെ പ്രോസസ്സ് ചെയ്തത്. ഇനിയും ഇതിന് ശേഷം കഴുകിയെടുക്കണം നന്നായിട്ട്. അപ്പോൾ കൂളാകുന്ന വരെ ഒന്ന് മാറ്റിയേക്കാം. പയറുപരിപ്പ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലേക്ക് 1/2 കപ്പ് വെള്ളം വെക്കാം. ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന പയറുപരിപ്പ് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ നെയ്യ് ഇത്രയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ഇനി ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറയ്ക്കുക. തീ കുറച്ച ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. പ്രഷർ മൊത്തം പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നിറച്ച് ജീരകം, സാദാ ജീരകം ഇച്ചിരി ഹീപ്പ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 പച്ചമുളക്, 2 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ. ഇതെല്ലാം കൂടെ നന്നായിട്ട് നരച്ചെടുക്കാം. അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് അരയ്ക്കത്തില്ല. നമ്മൾ സാധാരണ കറികൾക്കൊക്കെ അരയ്ക്കുന്ന പോലെ അങ്ങ് സ്മൂത്ത് ആക്കത്തില്ല. ഇച്ചിരി കോഴ്സായിട്ട് അരയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ അരച്ചെടുത്തു. കുക്കർ തുറക്കാം. അത് അധികം വെള്ളം ഉണ്ടാകത്തില്ല, വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും. കണ്ടോ, വെള്ളം എല്ലാം ഡ്രൈ ആയി. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കുകയാണ്. ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർക്കാം. ഹീറ്റ് ചെയ്യാം. എത്ര ലൂസായിട്ട് നമുക്ക് പരിപ്പ് കറി ഇഷ്ടമനുസരിച്ച് വെള്ളം ചേർക്കുക. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർക്കുക. പരിപ്പ് എപ്പോഴും ഇരിക്കുന്നതനുസരിച്ച് മുറുകിക്കൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അത് കണക്കാക്കി വെള്ളം ചേർക്കുക. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ മിക്സർ ഒന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാനായിട്ടുണ്ട്.
അപ്പോൾ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് നമ്മളിപ്പം പരിപ്പ് തിളപ്പിക്കുകയായിരുന്നു. ഇനിയും ഇതിലേക്ക് നമ്മൾ അരച്ച മിക്സ്ചർ ചേർക്കാം. ഇനി അരപ്പൊന്ന് വേവണം. എന്നൊരു തിള വരുമ്പോഴത്തേക്ക് അതായിക്കുള്ളൂ. അപ്പോൾ കറക്റ്റൊക്കെ അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റ്, ആവശ്യത്തിന് തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. ചെറിയൊരു ചൂട് വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്കിതിനകത്തേക്ക് കടുക് പൊട്ടിക്കാനായിട്ടുണ്ട്. ഈ പരിപ്പ് കറിയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കടുക് കറിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ്, ഞാൻ 2.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. കുറച്ച് കോക്കനട്ട് ഓയിലൂടെ ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. നെയ്യും പരിപ്പും കൂടെ നല്ലൊരു കോമ്പിനേഷനാണല്ലോ. ഇപ്പം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഈ പയറുപരിപ്പ് വെച്ച് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് എപ്പോഴും തേങ്ങായും കൂടെ വറക്കും. അതിൻ്റെ കൂടെ എരിശ്ശേരിക്കൊക്കെ ചെയ്യുന്ന പോലെ ഇച്ചിരി തേങ്ങയുടെ വറക്കും. കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ, അതിനൊപ്പം തന്നെ കുറച്ച് ചുമന്നുള്ളി, 2 കഷ്ണം ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർക്കാം. ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ലൈറ്റ് ബ്രൗൺ കളറായി. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് ഡ്രൈ ചില്ലി, ഉണക്കമുളക് 1-2 എണ്ണം കീറിയിടുക. ഈ തേങ്ങ വറുത്തെടുപ്പോഴത്തേക്ക് നല്ലൊരു മണവുമാണ്, നല്ലൊരു ഫ്ലേവറുമാണ് കറിക്കകത്ത് കിട്ടുന്നത്. ഈ ഒരു മിക്സറിനകത്തേക്ക് ചേർക്കാം. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. പരിപ്പ് കറി നമ്മൾ പലതരത്തിലുണ്ടാക്കും. നല്ല തിക്കായിട്ടുള്ള പരിപ്പ് ഉണ്ടാക്കും, അരപ്പൊന്നും ചേർക്കാതെ ഉണ്ടാക്കും, ടൊമാറ്റോ ഒക്കെ ഇട്ടുണ്ടാക്കും, പലതരത്തിലുണ്ടാക്കും. ഈ ഒരു കറിയാണ് എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ്. ഇത് നമ്മൾ ഓണത്തിനൊക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് പരിപ്പ് കറി ഉണ്ടാക്കാറ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.